മണിയങ്കോട്ട് വലിയ നമ്പൂതിരിക്ക് മക്കൾ 6 5 ആണും 1 പെണ്ണും. പെൺകുട്ടിയുടെ പേര് സാവിത്രി. ഓ കണ്ടാലോ അപ്സര കന്യക. അച്ഛനെ പോലെ തന്നെ ജ്ഞാനിയായിരുന്നു സാവിത്രി. അഞ്ജനം കൊണ്ട് കണ്ണെഴുതി, കുങ്കുമം കൊണ്ട് പൊട്ടുകുത്തി, കസ്തൂരി കളഭങ്ങൾ ചാർത്തി പല്ലക്കിൽ എഴുന്നള്ളുന്ന മണിയങ്കോട്ട് സാവിത്രി വിദ്യാദേവിയുടെ മനുഷ്യാവതാരമെന്ന് ചെമ്പ്രക്കാരെല്ലാം ഒരുപോലെ വിശ്വസിച്ചു. ഒരു നവരാത്രി കാലം മഹാരാജാവ് ചെമ്പ്രയിലേക്ക് എഴുന്നള്ളി. ഗുരുകുല അന്തേവാസികൾക്കുള്ള വേദപരീക്ഷയുടെ കാലായിരുന്നു അത്. എന്നിട്ട് പോകുന്നുണ്ടോ നീ? പറയാത്തമ്മേ, എനിക്ക് കേക്കണം. 2 ഗുരുകുലവും അപ്പുറവും ഇപ്പുറവും നിന്ന് ചോദ്യങ്ങൾ, തർക്കങ്ങൾ, ബുദ്ധിയുടെ മാറ്റൊരയ്ക്കൽ. മണിയങ്കോട്ട് ഗുരുകുല ഒരടി മുന്നിൽ. ആരാ അവിടുത്തെ നായിക? സാവിത്രി. തവ മാതാ പതിവ്രത. നിന്റെ അമ്മ പതിവ്രതയാണോ? അല്ല. സാവിത്രി, മാതാവിനെയാണ് നീ അപമാനിച്ചത്. ഞാൻ പറഞ്ഞതാണ് സത്യം. ഏതൊരു ബ്രാഹ്മണ സ്ത്രീയും വേലി കഴിഞ്ഞാൽ 4-ാം ദിവസമാണ് തന്റെ പുരുഷനെ പ്രാപിക്കുന്നത്, അല്ലേ? അതെ, അതിനെന്താ? ആദ്യ ദിവസം അവളെ ചന്ദ്രന് സമർപ്പിക്കുന്നതായി സങ്കല്പിക്കുന്നു. 2-ാം ദിവസം ഗന്ധർവന്, 3-ാം ദിവസം പ്രജാപതിയായ അഗ്നിക്ക്. അത് കഴിഞ്ഞ് 4-ാം ദിവസം മാത്രമേ താലി കെട്ടിയ മനുഷ്യന് അവളെ സ്പർശിക്കാൻ പോലും നിങ്ങൾ അനുവദിക്കൂ. അന്നല്ലേ സേകമുഹൂർത്തം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു ബ്രാഹ്മണ ഭാര്യയും പതിവ്രതയല്ല. ജ്ഞാനിയാണ് നീ. മണിയങ്കോടിന്റെ മാനം നീ കാത്തു. ഇവിടെ കൊണ്ട് മതിയാക്കാൻ നെല്ലൂരെ. വരട്ടെ, ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. സാവിത്രിയെ പരാജയപ്പെടുത്തിയാൽ മണിയങ്കോട്ട് ഗുരുകുലം വീഴുന്ന് നെല്ലൂർ കാർന്നോര് നിരീക്ഷിച്ചു. പേരക്കുട്ടിയുടെ പ്രായമുള്ള ആ ജ്ഞാനദേവതയോട് കാർന്നോര് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചേ. പഞ്ചേന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന രസങ്ങളിൽ ഏറ്റവും വലിയ രസം ഏത്? മണിയൻകുട്ടി സാവിത്രി എന്തുത്തര പറഞ്ഞില്ലേ? ഉത്തരം കാർന്നോരുടെ മുമ്പിൽ ഓലയിൽ എഴുതി കാണിച്ചു സാവിത്രി. അതേമേ, സാവിത്രി എന്താ എഴുതിയത്? കാമരസം. സ്വന്തം തലയിലെഴുത്ത സാവിത്രി തിരുത്തി എഴുതിയത്. പുരുഷനെ അറിയാത്ത കന്യക കാമരസം എന്നെഴുതിയാലുള്ള സ്ഥിതി എന്താ? കന്യകയായി നിനക്കെങ്ങനെ അതറിയാൻ കഴിഞ്ഞു എന്നായി നെല്ലൂർ കാരണവർ. എല്ലാറ്റിനും സാക്ഷിയായ നാടുവാഴി സാവിത്രിക്ക് ജാതിഭ്രഷ്ട് കൽപ്പിച്ചു. ഒടുക്കം സ്വന്തം അച്ഛന് മകളെ പടിയടച്ച് കൊണ്ടമ്മിക്കേണ്ടി വന്നു. വ്യസനം സഹിക്കവയ്യാതെ സാവിത്രിയുടെ അമ്മ പുഴയിൽ ചാടി മരിച്ചു. നാട് മുഴുവൻ ഒരഭയത്തിനായി അലഞ്ഞു നടന്നു സാവിത്രി. ഒരു ദിവസം നെല്ലൂർ മനയുടെ പടിപ്പുര തുറന്ന് സാവിത്രി വന്നു. തനിക്ക് ഈ ഗതി വരുത്തിയ നെല്ലൂർക്കാരനവരെ മനം നൊന്ത് ശപിച്ച് സാവിത്രി മനയിലെ തുളസിത്തറയിൽ തലതല്ലി മരിച്ചു. നെല്ലൂരുകാര് കാരണം തന്റെ മോൾക്ക് വന്ന ദുർഗതിയോർത്ത് മണിയങ്കോട്ട് കാരണവർ തന്റെ സാത്വിക ഭാവം അങ്ങോട്ട് ഉപേക്ഷിച്ചു. തന്നെ കൈവിട്ട ദേവതകളെ അയാൾ വേണ്ടെന്ന് വെച്ചു. വടക്കിനിയിൽ ചാത്തന്മാരെ കുടിയിരുത്തി. അപ്പോഴേക്കും സാവിത്രി രക്ഷസായി മാറി നാട്ടിൽ ഉപദ്രവം കാട്ടിത്തുടങ്ങി. അഗ്നിക്ക് നെയ്യെന്നോണം സ്വന്തം പട്ടടയിൽ നിന്നും അച്ഛന്റെ പക നടപ്പാക്കാൻ മകൾ യക്ഷിയായി അങ്ങട് അവതരിച്ചു ചെമ്പ്രയിൽ. സാവിത്രിയുടെ രക്തം വീണ തന്റെ മനയിൽ അനർത്ഥങ്ങൾ പ്രതീക്ഷിച്ച നെല്ലൂർക്കാരനവർ ഉളിയന്നൂർ തച്ചനെ വരുത്തി പുതിയ ഒരു എട്ടുകെട്ട് പണിയിച്ചു. പാലുകാച്ചലും സദ്യയും. ചെമ്പ്രയിൽ ഒരു ഉത്സവത്തിന്റെ ആഘോഷമായിരുന്നു അന്ന്. പക്ഷെ ആ രാത്രി പകവീട്ടലിന്റെ രാത്രി കൂടിയായിരുന്നു. സന്ധ്യാജപത്തിനു വേണ്ടി കുളിക്കാനിറങ്ങിയ നെല്ലൂർക്കാരനവരെ നേറിയക്ഷിയായി വന്ന സാവിത്രി അകപ്പകയോടെ കഴുത്തിൽ കോമ്പല് താഴ്ത്തി. പിറ്റേന്ന് ചെമ്പ്രപ്പുഴയിലാണ് കാരണവരുടെ ശവം പൊന്തിയത്. നെല്ലൂർ മനയിൽ അവശേഷിച്ചിരുന്നവരെല്ലാം ജീവനും കൊണ്ട് ചെമ്പ്ര വിട്ട് ഓടിപ്പോയി. അറിഞ്ഞോ വിശേഷം? അവൻ തിരിച്ചു വരുന്നു. ആരാ കുട്ടിയെ? കുഞ്ഞുണ്ണി. ഒടുക്ക നെല്ലൂർമനെ വാങ്ങാൻ തന്നെ അവൻ തീരുമാനിച്ചു. എന്തു വിലക്ക്? ചുളുവിലക്ക്. എന്താ നിനക്ക് വേണോ? അവനെ ഇപ്രാവശ്യം സാവിത്രി തന്നെ കൊന്നോളും. നമ്മളതിന് ബന്ധപ്പെടണ്ട. വേണ്ട. പക്ഷേ അവനെ സാവിത്രിയുടെ വിട്ടുകൊടുക്കില്ല ഞാൻ. അവനെ എനിക്ക് തന്നെ വേണം. വാ
വന്ന് വണ്ടി കയറി, കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. പൂർവം ഭവേൽ തിക്തമയം പുനസ്തു ജ്യേഷ്ഠോക്തി ന്യൂനം പ്രിയം ച. ഞാൻ പറഞ്ഞതൊന്നും ഉണ്ണിക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? എല്ലാം മനസ്സിലായി. മച്ചിയുടെ മകൻ മരുഭൂമിയിലെ മൃഗതൃഷ്ണയിലെ ജലത്തിൽ നിന്നും പൂക്കൾ പറിച്ചു ചൂടി മുയലിന്റെ കൊമ്പിൽ പണിത വില്ലുമെടുത്ത് കടലിൽ നായാട്ടിനിറങ്ങി. എന്താ വാക്യത്തിൽ വ്യാകരണ പശുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. പക്ഷേ നോൺസെൻസ് ആണ്, മീനിംഗ്ലെസ്. ഇതുപോലൊരു അർത്ഥമില്ലാത്ത ശ്ലോകമാണ് പിഷാരടി മാമ ഇപ്പൊ എന്നോട് ചൊല്ലിയത്. നെല്ലൂർ മന അരക്കില്ല വണത്രേ. സംശയം വേണ്ട, അത് സത്യാണ്. യക്ഷിക്കഥകൾ പറഞ്ഞ് നാട്ടുകാരെ നശിപ്പിച്ച ഒരുപാട് മനകൾ കുഞ്ഞുണ്ണി ചുളുവിൽ വാങ്ങിച്ചിട്ടുണ്ട്. അറിയാം. അവിടെയൊക്കെ സായിപ്പന്മാര് ഡോളറുകൾ തന്ന് നല്ല ലാവിഷായിട്ട് താമസിക്കുന്നുണ്ട്. അതുപോലല്ല ഇത്. ഉണ്ണി അവിടേക്ക് പോകരുത്, പ്രത്യേകിച്ച് പട്ടാഴിന്നൊരാൾ. എന്താ പട്ടാഴി എന്നൊരാൾ പോയാല് നെല്ലൂർ മന പിടിച്ച് വീഴുമോ? ഇതിനു മുമ്പ് ആരെങ്കിലും പട്ടാഴിയിൽ നിന്ന് നെല്ലൂർ മനയ്ക്ക് പോയിട്ടുണ്ടോ? എന്നോടൊന്നും ചോദിക്കരുത്. ചോദിക്കും. വാസ്തുവാചാര്യൻ പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാട് എങ്ങനെയാ മരിച്ചത്? ഇനിയിപ്പോ ഉണ്ണി അതൊന്നും അറിയണ്ട. അറിയണം എനിക്ക്. രാവും പകലും എന്റെ അച്ഛന്റെ കൂടെ നിഴൽ പോലെ നടന്നത് നിങ്ങളാ. പറയിപ്പിക്കുന്ന നിങ്ങളെ കൊണ്ട് ഞാൻ. പിഷാരടി, നടന്നതെല്ലാം അവൻ അറിയട്ടെ. വാങ്ങാൻ പോണ മനയുടെ മേന്മയും ചെമ്പ്രയിൽ നടന്ന മനുഷ്യക്കുരുതികളും. ചെമ്പ്രയിൽ പണ്ട് സംഭവിച്ചതെല്ലാം ഒരു കഥ പോലെ ഓർത്തു നടന്നു ചെമ്പ്രക്കാർ. കാലവും തലമുറകളും മാറി വന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പട്ടാഴി ഇല്ലത്തിന്റെ പടിപ്പുരയിൽ വന്ന് ഒരാൾ രക്ഷിക്കണേ എന്ന് കരഞ്ഞപേക്ഷിച്ചു. തലയ്ക്ക് മീതെ നിൽക്കണ ശാപത്തിന്ന് ഒളിച്ചോടിയ നെല്ലൂർ മനയുടെ ജീവിച്ചിരുന്ന ഏക അവകാശിയായ നെല്ലൂർ ഹരിനാരായണനായിരുന്നു ആ നിർഭാഗ്യവാൻ. വാസ്തുവാചാര്യനായ പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പാദങ്ങളിൽ വീണ് തലതല്ലിക്കരഞ്ഞു. തിരുമേനി വന്ന് നെല്ലൂർ മന ശുദ്ധിയാക്കി തരണമെന്ന് അപേക്ഷിച്ചു. പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കൊണ്ട് മാത്രമേ സാവിത്രിയെ തളയ്ക്കാൻ പറ്റൂന്ന് നെല്ലൂർ ഹരിനാരായണൻ അറിയാമായിരുന്നു. സഹായം ചോദിച്ച് കാലിൽ വീണവരെ ആട്ടി ഓടിച്ചിട്ടില്ല പട്ടാഴിയിലാരും. പട്ടാഴി തിരുമേനി നെല്ലൂർ മനയിലേക്ക് വരാമെന്ന് വാക്കുകൊടുത്തു. അന്ന് പട്ടാഴിയിലുള്ളവരെല്ലാം തടഞ്ഞിട്ട് നിൽക്കാൻ കൂട്ടാക്കിയില്ല ശങ്കരൻ നമ്പൂതിരിപ്പാട്. പുറപ്പെട്ടു. അനിയനെയും സഹായി പിഷാരടിയെയും കൂട്ടി ആ ശാപഭൂമിയിലേക്ക്, നെല്ലൂർ മനയിലേക്ക്. ഓം വിശ്വകർമ്മണേ നമഃ. ഒരു ദിവസം, ഒരൊറ്റ ദിവസം തിരുമേനി ഇവിടെ താമസിച്ച് നെല്ലൂർ മന മനുഷ്യവാസ യോഗ്യമാണെന്ന് നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്താൽ എന്റെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെടും. പേർഷ്യന്ന് വന്ന മഠത്തിൽ അബ്ദുള്ള മന വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പണം കൊണ്ട് ഞാൻ എന്റെ കടങ്ങളൊക്കെ വീട്ടും. ഇവളുടെ മരിച്ചുപോയ അമ്മയുടെ ആഗ്രഹം പോലെ ഇവളെ ഞാൻ പഠിപ്പിക്കും, വലിയ നിലയിലാക്കും. പിഷാരടി, അടുക്കളയിൽ ഗംഗാജലം തെളിച്ച് അഗ്നി തെളിയിക്കുക. മണിയങ്കോട്ട സാവിത്രി അറിയട്ടെ നമ്മളിവിടെ എത്തിയെന്ന്.